സ്വാതന്ത്ര്യദിനത്തിനും റിപ്പബ്ലിക് ദിനത്തിനുമൊക്കെ അദ്ദേഹം ബംഗ്ലായിൽ സംസാരിക്കാൻ തുടങ്ങി. റേഡിയോ പ്രഭാഷണമൊക്കെ അങ്ങനെ. പിന്നെ അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊക്കെ ഗവർണർ എന്നുള്ള കപ്പാസിറ്റിയിൽ ഇദ്ദേഹം പങ്കെടുക്കാൻ തുടങ്ങി. കേവലം ഭരണഘടനയ്ക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു റബ്ബർ സ്റ്റാമ്പായിട്ടുള്ള ഗവർണർ അല്ല എന്ന് തെളിയിച്ചു. പല വിഷയങ്ങളിലും മമതാ ബാനർജിയായിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നു. അപ്പോൾ പോലും ഒരു പരസ്പര ബഹുമാനം അവർ തമ്മിൽ കാത്തു സൂക്ഷിച്ചു. മമതാ ബാനർജി ഇടയ്ക്ക് ഗവർണറെ വിമർശിക്കും, ഗവർണർ ഇടയ്ക്ക് മമതാ ബാനർജിയെ വിമർശിക്കും. പക്ഷെ അതിനപ്പുറത്ത് വലിയ ഏറ്റുമുട്ടലുണ്ടായി. ഈ കഴിഞ്ഞ ക്രിസ്മസിൻ്റെ അവധിക്ക് ഞാൻ കൽക്കട്ടയിൽ പോയപ്പോൾ ഗവർണർ ആനന്ദ ബോസിനെയും സന്ദർശിച്ചു. ഞങ്ങൾ തമ്മിൽ ഏതാണ്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 12 മിനിറ്റ് സംസാരിച്ചു. അദ്ദേഹം ഞാൻ ചെന്നപ്പോൾ വളരെ സ്നേഹമായിട്ട് സ്വീകരിച്ചു. ഒരു ഷാളൊക്കെ അണിയിച്ചു. അതുകൂടാതെ ചില മധുരപലഹാരങ്ങളും അങ്ങനെ ചില സാധനങ്ങളൊക്കെ ഒരു ഉപഹാരമായിട്ട് തരികട്ടെ